വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഹൈദരാബാദിലെ പ്രധാന പാർക്കായിട്ടുള്ള NTR ഗാർഡനെ കുറിച്ചാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ ഏകദേശം 55 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഗാർഡനുള്ളിലുള്ള മോണോ ട്രെയിൻ സ്റ്റേഷനാണ്. അതിപ്പം പ്രവർത്തിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ധാരാളം ഫൗണ്ടനുകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ വിവിധ തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇത് ഗാർഡനുള്ളിലുള്ള ബോൺസായി വിഭാഗത്തിൽപ്പെട്ട മരങ്ങളാണ്. വർഷങ്ങൾ പഴക്കമുള്ളവയാണ് ഇവയെല്ലാം. ഇത് കള്ളിമുള്ള് ചെടിയുടെ ഒരു വെർഷനാണ്. ബോളാകൃതിയിലിരിക്കുന്ന കള്ളിമുള്ളി ചെടിയാണ്. ഇതിൻ്റെ പ്രധാന ആകർഷണം മച്ചാൻ ട്രീ, അതുപോലെ തന്നെ കാർ കഫേ, പ്ലേ സ്റ്റേഷന്, ബോട്ടിംഗ് സ്റ്റേഷന്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ഗാർഡനുള്ളിൽ ഉണ്ട്. ഇതാണ് ഗാർഡനിലെ വിവിധ ഭാഗങ്ങളായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫൗണ്ടന്. ഇത് ഗാർഡനുള്ളിൽ പ്രവർത്തിക്കുന്ന കാർ കഫേയാണ്. പഴയകാല കാറുകളുടെ മോഡലുകൾ ഇവിടെ ധാരാളം ഈ ഗാർഡനിലുണ്ട്. സമീപത്ത് പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ടുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നു. പലരും ഇതിനുള്ളിൽ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈദരാബാദ് NTR ഗാർഡനിൽ വന്നെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പല കാറുകളുടെയും വീലുകളൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഗാർഡനുള്ളിലുള്ള ഒരു തടാകമാണ്. ഇവിടെ ബോട്ടിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പെഡസ്ട്രിയൽ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന NT രാമറാവുവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച പാർക്കാണിത്. 1999 മുതൽ പല ഘട്ടങ്ങളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ഉദ്യാനം ഒന്നാണ്. ഇവിടെ ഇതാണ് പ്ലേ സ്റ്റേഷൻ. ഈ ഗാർഡനിൽ നിന്ന് നോക്കിയാൽ വലിയ ഡോക്ടർ അംബേദ്കറുടെ ഒരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഗാർഡനുള്ളിലുള്ള ഒരു ഫൗണ്ടനാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ നമുക്ക് തോന്നും. പല സിനിമകളിലും ഇത് ലൊക്കേഷനായിട്ടുള്ള ഒരു ഗാർഡൻ കൂടിയാണ്. തീർച്ചയായിട്ടും ഹൈദരാബാദിലെത്തുന്നവർ ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുക. അത് നിങ്ങളെ ഒരു പുത്തൻ അനുഭവമായിരിക്കും. ഇത് ഗാർഡൻ്റെ ഫ്രണ്ട് വശമാണ്. എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മുന്നിലായിട്ട് 2 നന്ദികേശൻ്റെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.